എല്ലാവർക്കും നമസ്കാരം. JRC ഇന്ന് 1-ാം തീയതിയാണ്, ജൂലൈ 1-ാം തീയതി. നല്ല മഴ, ചെറുതായിട്ട് മഴ, നല്ല മഴ എന്നല്ല, ചെറുതായിട്ടുള്ളൊരു മഴയുണ്ട്. അതുപോലെ തന്നെ എന്നാ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇന്നലെ ലീഡർമാര് 12 മണി ആയതിനു ശേഷമാണ് എല്ലാവരും കിടന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതില് എണ്ണം വളരെ കുറവാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുഭാഷ്. ഗീതമ്മയുടെ നല്ല രീതിയിൽ എന്നെ പരിചയപ്പെടുത്തി. ഊണുമില്ല ഉറക്കമില്ലാത്ത രീതിയിലൊക്കെ ഓട്ടം കാര്യങ്ങള്. എൻ്റെ പേര് സുഭാഷ്, വീട് പുത്തഞ്ചിറയില്. RCM എന്ന ഈ നന്മ എന്നെ പരിചയപ്പെടുത്തിയത് സുമാ മേഡത്തിലൂടെ, സുരാജ് സാറിലൂടെ. അവരേറെ സ്നേഹപൂർവ്വം ഞാൻ അവരെ ഓർക്കുന്നു. കൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ജോലി. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നത്, ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട്, പല മേഖലയിലും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും വിജയിക്കാതെ ജീവിതത്തിന് വേണ്ടത്ര രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവിടെ നമുക്ക് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുള്ളത് കൊണ്ട് RCM കയ്യിൽ കിട്ടിയപ്പോൾ ഒരു കച്ചിത്തുരുമ്പായിട്ട് ഞാൻ അതിനെ പിടിമുറുക്കി. ഇന്ന് ഞാൻ ഫാമിലി ആയിട്ട് RCM ചെയ്യുന്നു. ഞാനിന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 വർഷം കൊണ്ട് പ്ലാറ്റിനം എന്ന ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞു. വളരെ സന്തോഷം. RCMല് ഇങ്ങനെ ഈ ഒരു അവസരത്തെ മനസ്സിലാക്കാനും ഇതിൽ വിജയിക്കാനും എനിക്ക് നല്ല നല്ല ലീഡർമാരെ എനിക്ക് കിട്ടിയതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ലീഡറാണ് സുരാജ് സാറ്. എൻ്റെ മെന്ററും കൂടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ വരാനും ഒരു അവസരം വന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ വന്നതുകൊണ്ടും മാത്രം കാര്യമില്ല. നമുക്ക് നമ്മുടെ മെന്റർ ഒരു നല്ലൊരു മെന്റർ ആണെങ്കിൽ നമുക്ക് RCM ബിസിനസ്സിൽ നമുക്ക് ഏതറ്റം വരെ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ലീഡർ നമ്മുടെ കൂടെ ഉണ്ടാവുക, വഴികാട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ടും നമുക്ക് ഈ ബിസിനസ്സിൽ ആവശ്യമാണ്. അപ്പൊ സുരാജ് സാറിന്റെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ഗൈഡൻസിലൂടെയാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. RCMലേക്ക് 2021 RCMലേക്ക് വന്നത്. ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ജോലി കൃഷിയും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ വരുമാനങ്ങളും, ഒരു എക്സ്ട്രാ വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിച്ച്, RCMൽ വരുന്നതിന് മുൻപ് തന്നെ എക്സ്ട്രാ വരുമാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പല ജോലികളും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ അതിനിടയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ഒരു ബിസിനസ്സിനെ വേറൊരു തലത്തിലേക്ക് മാറ്റണം എന്ന് ആഗ്രഹിച്ച് സുമാ മേഡത്തിനെ സമീപിച്ചപ്പോഴാണ് ഒരു പ്രോഗ്രാം കേട്ടതിന് ശേഷം സാർ ഒരു തീരുമാനം എടുത്തോളൂ എന്ന് പറഞ്ഞ് കുമ്പിടിഞ്ഞാമാക്കൽ നമ്മുടെ ഒരു ഹാളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം കാണുകയുണ്ടായി. അന്ന് നമ്മുടെ ഗിരീഷ് സാർ സ്റ്റാർ എംബറാൾഡ് ആയതിന്റെ ഒരു സ്വീകരണമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ആ സ്വീകരണവും അതനുസരിച്ചുള്ള ഒരു ക്ലാസ്സും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകള്, അദ്ദേഹത്തിന്റെ ബിസിനസ്സാണ് നമ്മളെ ഏറെ ആകർഷിച്ചത് എനിക്ക്. കാരണം ആ ബിസിനസ്സിൽ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും RCMലൂടെ കിട്ടുന്നു. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു. ആരോഗ്യം കിട്ടുന്നു ഇത് ഉപയോഗിക്കുമ്പോൾ. ആ ആരോഗ്യം കിട്ടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു പൈസ ചെലവില്ല മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വഴി നമുക്കൊരു വരുമാനം. ഇത് എനിക്ക് വളരെ ആകർഷണമായിട്ട് തോന്നി. അപ്പൊ എനിക്ക് ആകെ ഒരു പ്രശ്നമാണ്, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ആരോഗ്യം കിട്ടും എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ RCMലേക്ക് ഞാൻ നിൽക്കും എന്നൊരു തീരുമാനം ആ ക്ലാസ്സിൽ വെച്ച് ഞാൻ എടുക്കുകയുണ്ടായി. അപ്പൊ ഞാനത് വത്സാ മേഡത്തിനോടും കൂടി ഞാനത് പറഞ്ഞു, നമുക്കിത് കറക്റ്റ് ആണെങ്കിൽ അപ്പോ ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പിറ്റേ ദിവസം തന്നെ, പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ ജോയിൻ ചെയ്തു. അതിന്റെ ഉൽപ്പന്നം, എനിക്ക് ഡിസ്ക് കംപ്ലൈന്റ് ആയിരുന്നു. ഡിസ്ക് കംപ്ലൈന്റ് മാറാനായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഞാൻ വാങ്ങി, അത് ഉപയോഗിച്ചു. 3 മാസത്തോളം ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഡിസ്കിന്റെ പ്രശ്നങ്ങൾ മാറി. ഉപ്പും മുളകും മല്ലിയും
ആട്ടപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആ ഉൽപ്പന്നങ്ങൾക്ക് ലോകോത്തര നിലവാരങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോ ഞാൻ ആണെങ്കിലോ 27 വയസ്സ് തുടങ്ങി ഡിസ്ക് കംപ്ലൈന്റിന് വേണ്ടിയിട്ട് ചികിത്സ തേടി നടന്നുകൊണ്ടിരുന്ന ഒരാൾക്ക് ആർസിഎമ്മിന്റെ 3 മാസം കൊണ്ട് നമുക്ക് ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിലൂടെ ആരോഗ്യം, എനിക്ക് ഡിസ്കിന്റെ കംപ്ലൈന്റ് മാറി എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിതൊരു ഭയങ്കരമായ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ആർസിഎമ്മിനെ. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ് ആയിട്ട് എനിക്ക് തോന്നി. ഇന്ന് ആളുകൾക്ക് എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല. ഞാനിത് എനിക്ക് കിട്ടിയ അനുഭവം ഞാനത് മറ്റുള്ള എൻ്റെ വീട്ടിലുള്ള എൻ്റെ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും കൂട്ടുകാരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് ഇതിനെ പുച്ഛിച്ചു തള്ളി. കാരണം ഡോക്ടർമാർക്ക് കഴിയാത്തത് എങ്ങനെയാണ് ആർസിഎമ്മിന് കഴിയുന്നത് എന്നുള്ള രീതിയിലാണ് അവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങളുമായിട്ട് അവരെ ഇരുത്തി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പുച്ഛിച്ചെങ്കിലും എനിക്കിത് മനസ്സിലായി. കാരണം എൻ്റെ അസുഖം മാറി എൻ്റെ വീട്ടിലെ അസുഖങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞത് കൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ ഒരു മാന്ത്രിക സിദ്ധിയുള്ള ഒരു ഉൽപ്പന്നമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇത് ആളുകൾ പറയുന്ന ഒരു കാലഘട്ടം, ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് എന്തായാലും ഉണ്ടാവും എന്ന എൻ്റെ ഒരു ചിന്ത, ആ ചിന്തയെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നത്. മറ്റുള്ളവരോട് ഇന്നും പറയുന്നു, ചിലർ പറയുന്നു, ചിലർ കേൾക്കുന്നു, ചിലർ ഉപയോഗിക്കുന്നു. 10 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് ഉപയോഗിക്കും. അങ്ങനെയാണല്ലോ നമ്മളുടെ ഇത് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിരന്തരമായിട്ട് ഹാർഡ് വർക്ക്, അതാണ് ഗീതാ മേഡം പറഞ്ഞ രാവും പകലും ഇല്ല എന്നുള്ളൊരു ഓട്ടം. ആർസിഎമ്മിൽ വിജയിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഞാൻ ഗൾഫിൽ ആയിരുന്നപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5:30-ക്ക് വീടിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ വണ്ടി വരും. ആ റൂമിന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയിൽ കയറി 5:45-ന് സൈറ്റിലെത്തും. 5:45-ന് തുടങ്ങി കൺസ്ട്രക്ഷൻ മേഖലയിലാണ്, പുറത്താണ്, നമ്മൾ മരുഭൂമിയിലാണ് പണി. 5:45 തുടങ്ങി 3 മണി വരെ ഹാർഡ് വർക്ക്. ആ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 മണി വരെ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ ഒരു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഇതും, ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ 12 മണിയാകുമ്പോൾ ഒരു ലഞ്ച്. ഇതാണ് ഭക്ഷണം. അപ്പൊ അതില് 3 മണി വരെ പിടിച്ചു നിൽക്കണമെങ്കിൽ, ആ കഠിനമായ 48-50 ഡിഗ്രി ചൂടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വളരെ ഭയങ്കരമായ ഒരു കരുത്ത് വേണം. പക്ഷെ ഞാനത് പിടിച്ചു നിന്നു. എന്തായാലും അത്രയും കരുത്ത് നമുക്ക് എന്തായാലും ആർസിഎം ചെയ്യാൻ വേണ്ട എന്നുള്ളൊരു തോന്നലും ആ ഹാർഡ് വർക്കും ആണ് ആർസിഎമ്മിൽ എന്നെ പിടിച്ചു നിർത്തുക. കാരണം ആർസിഎം എന്ന് പറയുന്നത് ഒരു ഹാർഡ് വർക്കിന്റെ ആവശ്യം എന്ന് അല്ല, ഒരു സ്മാർട്ട് വർക്കിന്റെ ആവശ്യം. അതിന് നമുക്ക് വേണ്ടത് ഇതിന്റെ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കലാണ്. സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾക്ക് ആർസിഎമ്മിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുള്ളൂ. സിസ്റ്റത്തിലൂടെ നമ്മൾ വളരണം, സിസ്റ്റത്തിലൂടെ നമ്മൾ കൂടെ വരുന്നവരെ വളർത്തണം. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ബേസിക് ആണ്, ഇത് 7 കാർഡിനൽ റൂൾസ് ആണ്, 8 കോർ സ്റ്റെപ്പ് ആണ്. തുടക്കത്തിൽ ആർസിഎം ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇത് കേൾക്കാതെയാണ് ആർസിഎമ്മിലേക്ക് വരുമ്പോ തന്നെ ഇതൊന്നും കേൾക്കോ, ഈ നിയമങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരു ഘട്ടം എത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ വരുന്ന ആളുകൾക്ക് ഇത് ആർസിഎം അതാണ്, ഇതിന്റെ വലുപ്പമോ മറ്റുള്ള കാര്യങ്ങളോ ഇതൊന്നും കേൾക്കില്ല. അപ്പോൾ ആർസിഎമ്മിന് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാവും. കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നിക്കും. സിസ്റ്റം പഠിക്കാത്തത് കൊണ്ട് അവർക്ക് ഹാർഡായിട്ട് മാറും ചെയ്യും. ഇതാണ് ആർസിഎം വളരെ സിമ്പിൾ ആണ്. പക്ഷേ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആർസിഎം വളരെ സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ സിസ്റ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 6 ബേസിക് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. 6 ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, ഡിസ്പ്ലേ ആൻഡ് ഷെയർ നമ്മൾ ഉപയോഗിക്കുക, 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. 100% എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർസിഎമ്മില് ഉള്ള ഒരു സാധനം പുറമേൽ നിന്ന് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക.
ആർ സി എമ്മിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ആർ സി എമ്മില് ഡ്രസ് ഉണ്ട്, ചെരുപ്പുണ്ട്, എല്ലാം ഉണ്ട്. എഫ് എം സി ജി ഓക്കെ, എല്ലാവരും ഉപയോഗിക്കുന്നിരിക്കുക. കാണാൻ ചിലപ്പോൾ നമുക്ക്, ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ഡ്രസ്സുകൾ ചില വത്സമേള ചുരിദാർ എടുക്കുമ്പോൾ ഭംഗിയില്ല എന്ന് പറയും. അപ്പൊ പറയും ആർ സി എമ്മിൻ്റെതാണോ, നിനക്ക് പാകം ഉണ്ടോ, നീ അത് എടുത്തോ, ഭംഗിയൊക്കെ തന്നെ താൻ വന്നോളൂ. ഞാനതാണ് പറയാറുള്ളൂ. നമ്മൾ അത്രയും ആർ സി എമ്മിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഒരു ചെരുപ്പ് എടുക്കുകയാണെങ്കിൽ, ഒരു ഷൂ എടുക്കുകയാണെങ്കിൽ എനിക്ക് പാകത്തതാണ് ഞാൻ എടുക്കുള്ളൂ. അല്ലാതെ അതിന്റെ ഭംഗി നോക്കിയിട്ടല്ല ഞാൻ എടുക്കും. എനിക്ക് പാകമുണ്ടോ ഞാനത് എടുക്കും. അല്ലാതെ ഭംഗി നോക്കിയിട്ടോ, ഭംഗി ഞാൻ ഇടുമ്പോൾ ഉണ്ടാവുന്നേ. അപ്പൊ ആർ സി എമ്മില് നമ്മള്, അപ്പോ എനിക്ക് സൂട്ടബിൾ ആയിട്ട് എനിക്ക് ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഇനി വരാൻ കെടുക്കുന്നുള്ള ആർ സി എമ്മില് ഏത് ഫാഷൻ ഒത്തിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആർ സി എമ്മിലൂടെ വരുന്ന വരും കാലഘട്ടത്തിലൂടെ അത് ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന രീതിയിലേക്ക് കമ്പനി മാറും. ഓരോ സെഗ്മെന്റും നമുക്ക് അതേ രീതിയിൽ മാറും. ഓരോ സെഗ്മെന്റിനും ഓരോ ഷോപ്പ് എന്നുള്ള രീതിയിലേക്ക് കമ്പനി മാറ്റിയെടുക്കും. ആ രീതിയിലാണ് ആർ സി എം വളരുന്നത്. അപ്പോ ഇന്ന് നമ്മൾ ഉപയോഗിക്കാനുള്ള ശീലം നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ഇത് പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആർ സി എമ്മില് ചെയ്യാനുള്ളൂ. ആർ സി എമ്മില് ഡിസ്പ്ലേ ആൻഡ് ഷെയർ ഹോം ഷോപ്പ് തുടങ്ങി നമ്മൾ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ബിസിനസ്സിൽ നമ്മൾ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഈ ബിസിനസ്സിന് നിങ്ങൾ അകത്താണോ പുറത്താണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ഡ്രീം നമ്മൾ എഴുതി വെക്കുക, പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ആർ സി എം ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് നമ്മൾ ചെയ്യാത്തോടത്തോളം കാലം ആർ സി എമ്മില് ആളുകൾ ചെയ്യാത്ത ഒരേ ഒരു കാര്യം, ആർ സി എമ്മില് വന്ന് ഒരു സ്റ്റാർ ആയാലും ആളുകൾ ഡ്രീം എഴുതില്ല, പ്രോസ്പെക്ട് ലിസ്റ്റ് എഴുതില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആർ സി എം ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ഡ്രീം, നമ്മുടെ സ്വപ്നങ്ങൾ വലുതായിരിക്കണം. അത് മറ്റുള്ളവരോട് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം നമുക്ക് വേണം. സ്വപ്നങ്ങൾ വലുതുണ്ടാവുകയും ആ വലിയ സ്വപ്നങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് വലിയ സ്വപ്നങ്ങളുള്ള ആളുകൾ നമ്മളുടെ കൂടുള്ളൂ എന്നൊരു ചിന്താഗതി നമുക്കുണ്ടെങ്കിലാണ് നമ്മൾ സ്വപ്നം എഴുതുള്ളൂ. നമ്മൾക്ക് നമ്മളെ കോൺഫിഡന്റ് ഉണ്ട്, നമ്മൾക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. എനിക്ക് ആർ സി എം ബിസിനസ്സിൽ എനിക്ക് എന്നെ വളരെ വിശ്വാസമാണ്. കാരണം എന്താ, കഴിഞ്ഞ വർഷമാണ്. അപ്പോ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കാതെ കമ്പനി വിസിറ്റിംഗ് ചെയ്തതിന് ശേഷം ഞാനൊരു 2023 ജനുവരിയോട് കൂടിയിട്ട് ഈ ബിസിനസ്സിലേക്ക് എടുത്തു ചാടിയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിന്റെ വരുമാനം പെട്ടെന്ന് നമുക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു കണക്കൂട്ടിലായിരുന്നു ഞാൻ എടുത്തു ചാടിയത്. ഓൾറെഡി എൻ്റെ വീട് പണി കഴിഞ്ഞ് ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപ കടത്തിൽ നിൽക്കുന്ന സമയത്ത്, കംപ്ലീറ്റ് വീട് പണി കഴിഞ്ഞിട്ട് കടത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് എടുത്തു ചാടിയത്. ആ എടുത്തു ചാടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതില് വരുമാനം വരണമെങ്കിൽ വളരെ സാവകാശം, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഹാർഡ് വർക്ക് എടുത്താൽ, ഇതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമാണ് ഇതിൽ വരുമാനം വരൂ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് എപ്പോഴും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ 1 വർഷക്കാലം തന്നെ ഇതിന് പഠിക്കാൻ വേണ്ടി ഇതിന് പിന്നാലെ കിടന്ന് നടക്കുകയാണ് ഉണ്ടായത്. പിന്നാലെ കിടന്ന് നടന്ന് ഇതിന്റെ A to Z കാര്യങ്ങൾ കുത്തിയിരുന്ന് പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് കഴിഞ്ഞ കഴിഞ്ഞ 2022 ഡിസംബറിലാണ് സ്റ്റാർ ആവണത്. കഴിഞ്ഞ ഡിസംബറിൽ സ്റ്റാർ ആയി കഴിഞ്ഞപ്പോ അതിനുശേഷം കഴിഞ്ഞ 2025 ഈ സ്റ്റാർ മെയിൻറ്റെയിൻ ചെയ്യാതെ നിൽക്കുന്ന സമയത്താണ് വത്സമേടം കൂടി ഉണ്ടായിരുന്ന ഒരു വരുമാനമാണ് വത്സമേടം മറ്റേ മെഡിക്കൽ ഷോപ്പിൽ പോയിക്കൊണ്ടിരുന്നത്. കിട്ടിയിരുന്ന വരുമാനം 6000 രൂപയാണ്. ആ 6000 രൂപ വരുമാനം വേണ്ടാന്ന് വെച്ചത് സ്റ്റാർ മെയിൻറ്റെയിൻ ചെയ്യാത്ത സമയത്ത് പോലും 6000 രൂപ കിട്ടുന്ന വരുമാനം വേണ്ടാന്ന് വെച്ചിട്ട് ആ പണി രാജിവെപ്പിച്ചിട്ട് എൻ്റെ കൂടെ നിർത്തി ആർ സി എമ്മിൽ ഞാൻ ഇതിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്
ഞാൻ വത്സ മാഡത്തിന് എല്ലാവരും സുരാജ് സാറും സുമാ മാഡം എല്ലാവരും പറഞ്ഞു പണി കളയണ്ട. ഷൈനി മാഡം വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പണി കളയണ്ടട്ടാ, ഒരു 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 റോയൽറ്റിയെങ്കിലും ആയിട്ട് നമുക്ക് ജോലി കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് എന്നെ വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ ഞാൻ വിജയിച്ച് അടങ്ങുള്ള ഒന്നും തീരുമാനം എനിക്കുണ്ട്, എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ജോലി രാജിവെപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് നിന്നു. ഈ ഒരുമിച്ച് നിന്നതാണ് എനിക്ക് ഈ ബിസിനസ്സിൽ എനിക്ക് വളരെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിന് കരുത്ത് കൂടും. അപ്പോൾ നിങ്ങൾ ഫാമിലി ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായ രീതിയിൽ വളർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇതിലൂടെ കഴിയും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ നമുക്ക് നമ്മളെ വിശ്വാസം വേണം. ഈ സിസ്റ്റത്തിൽ ഞാൻ ഇതിൽ വിജയിക്കുമോ, അതിനൊരൊറ്റ കാര്യമുള്ളൂ, ഞാനിത് ചെയ്തിരിക്കും എന്നുള്ള അതിയായ കോൺഫിഡൻറ്റ് നമുക്ക് വേണം. ആരെന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഞാനിത് ചെയ്തിരിക്കും. അപ്പൊ ഈ കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രീം എഴുതാൻ പറ്റും. ഈ കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഡ്രീം എഴുതാനും ആ ലിസ്റ്റ് എഴുതിയെടുക്കാനും നമുക്ക് ഇതിലൂടെ കഴിയും എന്ന കാര്യത്തിൽ. അപ്പൊ നമുക്ക് ഡ്രീം ഉള്ള ആളുകൾക്കാണ് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. സിസ്റ്റം പാലിച്ച് നമുക്ക് പോകണം. സിസ്റ്റം പാലിക്കുന്ന ആളുകളെ നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യിപ്പിക്കണം. അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യും. നമ്മളെ കൂടെ വരുന്നവരെ ഇത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആര് എൻ്റെ കൂടെ വരുന്ന ആളുകളുണ്ടോ അവരെ ഞാൻ സിസ്റ്റത്തിലേക്ക് കയറ്റി വിടും. സിസ്റ്റത്തിലേക്ക് കയറ്റി നിർത്തിയിട്ടാണ് ഇതിനെ റൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് സിസ്റ്റം വളരെ നല്ല രീതിയിൽ ഒരു വലിയ നമുക്ക് RCM സിസ്റ്റത്തിൽ 4 വരുമാനമാണുള്ളത്. ആ 4 വരുമാനത്തിൽ ടീം ബിൽഡിങ്ങിലൂടെയാണ് നമുക്ക് വരുമാനം. നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ നേടാൻ കഴിയാത്ത, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വരുന്ന ഒരു വരുമാനം നമുക്ക് നേടണമെങ്കിൽ ടീമിനെ ക്രിയേറ്റ് ചെയ്യണം. ടീമിനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വരുമാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ടീമിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അപാരമായിട്ടുള്ള കോൺഫിഡൻസ് വേണം. എന്നാലാണ് നമുക്ക് അതിൽ വിജയിച്ചെടുക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള 6 ബേസിക്കിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ അടുത്താണ് 8 കോർ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു തുടങ്ങും. ഫാസ്റ്റായിട്ട് നമുക്ക് വിജയിക്കണമെങ്കിൽ 8 കോർ സ്റ്റെപ്പ് നമുക്ക് വിജയിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലീഡറുമായിട്ട് കൗൺസിലിംഗ്. ലീഡറുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ സിസ്റ്റത്തില് മാസത്തിലെ ആദ്യം നമ്മൾ കൗൺസിലിംഗ് നടത്തണം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് വേണ്ടത്ര രീതിയിൽ പോയില്ലെങ്കിലാണ് നമ്മൾ കൗൺസിലിംഗ് നടത്തേണ്ടത്. എല്ലാ മാസം ലീഡറെ കണ്ട് കൗൺസിലിംഗ് നടത്തണം എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. നിങ്ങളുടെ ബിസിനസ് വളരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡറുമായിട്ട് ഒത്തുചേർന്നിരുന്ന് നമ്മുടെ ഈ സിസ്റ്റം നമ്മളുടെ കാര്യങ്ങൾ ലീഡറുമായിട്ട് പങ്കുവെച്ച് എല്ലാ ദിവസവും ലീഡറുമായിട്ട് പങ്കുവയ്ക്കണം. എന്നാൽ ഞാൻ ഈ മാസം അച്ചീവ്മെന്റ് നേടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പൊസിഷൻ കയറാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലീഡറുമായിട്ട് പങ്കുവെക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എഫർട്ടാണ്. കാരണം 2 പേരുടെ ബ്രെയിനാണ് വർക്ക് ചെയ്യുക. എന്റെയും വർക്ക് ചെയ്യും, എൻ്റെ ലീഡറുടെയും ബ്രെയിൻ വർക്ക് ചെയ്യും. കാരണം ഞാൻ ഇന്നമാതിരി രീതിയിലേക്കാണ് ഞാൻ ഈ പൊസിഷൻ കയറാൻ പോകുന്നത് എന്നുദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ലീഡറെ സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യുന്നത് മുഴുവനും ലീഡറാണ്. നമ്മളിപ്പോ ഒരു വഴിയിൽ 4 കൂടിയ വഴിയിൽ നമുക്ക് അതിലൊരു ബൈക്കിൽ നമ്മൾ യാത്രയാണ്. ഇത് എവിടേക്കാണ് ഈ വഴി പോകുന്നത് എന്ന് നമുക്ക് ബൈക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ബൈക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് എവിടേക്കോ കാണും. പക്ഷെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിലോ, കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു 5 നില കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ആ വഴി എവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് ആ ആൾക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ലീഡർ. നമ്മുടെ മുകളിൽ നിൽക്കുന്ന, നമ്മുടെ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ സുരാജ് സാറിനെ പോലെയുള്ള ഒരു ലീഡർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ വഴി എവിടേക്കാണ് ആ വഴി പോകുന്നത്, ഞാൻ പോണ വഴി ഏതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടോ നമ്മൾ പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് നടത്തുമ്പോൾ
കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ, നമ്മുടെ മുന്നിൽ ഒരു പിക്ചർ വരും. ആ പിക്ചറിലൂടെ നമ്മൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഏതറ്റം വരെ പോകാനായിട്ട് സാധിക്കും. അപ്പോ പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നില്ല, സിസ്റ്റത്തിലൂടെ പോകും വേണം, കൗൺസിലിങ്ങിലൂടെ കടന്ന്. അതാണ് 8 കോർ സ്റ്റെപ്പിന്റെ മെയിൻ കാര്യങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം, പക്ഷെ മെയിൻ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മള് ഒരു ലീഡറെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട്, അപ്പൊ ഞാൻ ഈ മാസം എന്താണ് തുടക്കത്തിലെ തുടങ്ങി സാറിനെ കണ്ടു, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓരോ ദിവസവും സാറുമായിട്ട് നിരന്തരമായിട്ടുള്ള കണക്ഷൻ, ഓരോ ഹോം മീറ്റിംഗ് നടത്തേണ്ടത്, നിരന്തരമായിട്ടുള്ള ത്രിദിന ക്ലാസ്സുകൾ, ട്രെയിനിങ്ങുകൾ, ഇതെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടും ആളുകളെ ആക്റ്റീവ് ആക്കിക്കൊണ്ടും ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്ലാറ്റിനം എന്ന അച്ചീവിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയുന്നു. ഈ പൊസിഷൻ എന്ന് പറയുന്നത് മെയിൻറ്റൈൻഡ് പൊസിഷനാണ്. എനിക്ക് എല്ലാ മാസവും കമ്പനി ബോണസ് പ്രഖ്യാപിച്ചപ്പോൾ തുടങ്ങിയിട്ട് ബോണസ് കിട്ടാത്ത ഒരു മാസം പോലും എനിക്കില്ല. കാരണം ഞാനിതൊരു വരുമാനം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ആ ബോണസ് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഈ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ, കാരണം ഈ വരുമാനത്തെ കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. RCM എന്ന വരുമാനം കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കുടുംബമാണ്. എൻ്റെ 2 മക്കൾ പഠിക്കാനായിട്ട് തയ്യാറെടുക്കും. ഒരാൾ ഹോട്ടൽ മാനേജ്മെന്റ്, ഒരാൾ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് 10 ലക്ഷം രൂപയെങ്കിലും മേലെ ചെലവ് വരുന്നു. ഇതെല്ലാം എവിടുന്ന് കിട്ടുന്നതാണ്? അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നത് ഈ RCMന്റെ ഈ വരുമാനമാണ്. ഈ വർഷത്തിൽ കൊണ്ട് എനിക്കൊരു ടെക്നിക്കൽ അച്ചീവർ ആവണം എന്നുള്ള ആഗ്രഹം, അതിലേക്കുള്ള വഴിയാണ് ലീഡർ നമുക്ക് വഴി കാട്ടിത്തരും. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ആളുകളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഈ തുടക്കം വരുന്ന ആളുകളുടെ ഒരു ആശങ്ക ഈ കമ്പനി പൊളിഞ്ഞു പോകുക എന്നുള്ളതാണ്. നിരവധി കമ്പനികൾ ഇപ്പോൾ നമ്മൾ തുടക്കക്കാര് നമ്മളുടെ കൂട്ടുകാരും വീട്ടുകാരെ ഒക്കെ സമീപിക്കുമ്പോൾ പറയും, ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് കാണാം, നിങ്ങൾ ഇതിൽ ഉണ്ടാവോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം RCMനെ കുറിച്ച് ഒരു ABCD അറിയാത്ത സമയത്താണ് നമ്മൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്താനായിട്ട് നമ്മൾ പോകുന്നത്. ആ സമയത്താണ് മറ്റുള്ളവരുടെ വാക്കുകൾ കൂടുതലായിട്ട് കേൾക്കുന്നത്. ആ സമയത്ത് ഇത് ഇട്ടുകൊണ്ട് പോകാനുള്ള പ്രവണത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതെന്തുകൊണ്ട് നമുക്ക് പൊളിയുന്നില്ല, ഈ കമ്പനി പൊളിയുന്നില്ല എന്ന് നമുക്ക് പറയുന്നത്. ഇതിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനാണ്. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻകം പ്ലാൻ ആണ്. ഇൻകം പ്ലാൻ കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക് ഈ കമ്പനി പൊളിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇൻകം പ്ലാൻ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരാൾക്ക് ഈ ബിസിനസ്സിൽ ഏതറ്റം വരെ പോകാനായിട്ട് കഴിയും. ഇതിലെ വരുമാനത്തിനെ കുറിച്ച് പറയുമ്പോൾ, വരുമാനം നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻകം പ്ലാൻ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ കാര്യം, ഇൻകം പ്ലാൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അത് നമ്മൾ പഠിച്ചാൽ പോരാ. നിരവധി സ്ഥലത്ത് നമുക്ക് ഒട്ടുമിക്ക ആളുകളും പ്രോഗ്രാമിന്റെ ഉച്ചതിരിഞ്ഞാണ് ഒരു പ്രോഗ്രാമിൽ ഇൻകം പ്ലാൻ നമുക്ക് വലിയ വേദികളിലേക്ക് അവതരിപ്പിക്കുന്നത്. ഒട്ടുമിക്ക ആളുകൾ ആ സമയമാകുമ്പോൾ പോകും. ഏറ്റവും കാതലായ ഭാഗം, ഈ ഇൻകം പ്ലാൻ നമുക്ക് പറയാനായിട്ട് അറിയുമോ? കേട്ടിട്ടുണ്ടാവും, ഇഷ്ടം പോലെ സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ സ്ഥലത്ത് നമ്മൾ ബുക്കുകൾ എഴുതി അത് പുസ്തകം നിറച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഇത് പറയാനാവുമോ? സ്റ്റേജിലല്ല, വേദിയിലല്ല, ഒരാളോട് നിങ്ങൾക്ക് 4 തരത്തിലുള്ള വരുമാനം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാവുമോ, അറിയുമോ? ആളുകളുടെ പരാജയം അവിടെ വെച്ചിട്ടാണ്. വരുമാനം വരുന്ന വഴി എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു തന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു PVയുടെ 45% കമ്പനിയുടെ വികസന പ്രവർത്തനങ്ങൾക്കും 10% നമ്മുടെ ഷോപ്പ് ഉടമയും 45% നമ്മൾക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന സിസ്റ്റം. ഒരു ഉൽപ്പന്നം വിറ്റുപോകുന്നതിലൂടെ മാത്രമേ ഈ വരുമാനം കിട്ടുകയുള്ളൂ. ഈ വരുമാനം കമ്പനി നിലനിൽക്കുന്നത് കമ്പനി വിറ്റുപോകുന്നുണ്ട്, വിറ്റുവരവിലൂടെയാണ്, ആ ലാഭത്തിന്റെ വിതരണത്തിലൂടെയാണ് ഈ കമ്പനി നിലനിൽക്കുന്നത്, നമ്മൾ നിലനിൽക്കുന്നത്. അപ്പൊ ഈ കമ്പനി ഒരിക്കലും പൊളിയില്ലാത്ത ഒരു കമ്പനിയാണെന്ന് നമ്മൾക്ക് ഇതിന്റെ പ്ലാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആൾക്ക് അത് നമുക്ക് മനസ്സിലാവാനായിട്ട് കഴിയും. അപ്പോ ഇൻകം പ്ലാൻ ഇതില് ഏതൊരാൾ ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് ഇൻകം പ്ലാൻ നമ്മൾ എഴുതി പഠിക്കണം. നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ അത് നമ്മുടെ
ടീമിൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഹോൾ പ്രോഗ്രാമുകളിൽ നമ്മൾ അത് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ നന്നായിട്ട് അവതരിപ്പിക്കണം. ഇത് നമ്മൾക്ക് അവതരിപ്പിക്കാൻ അവസരം കിട്ടുമ്പോൾ നന്നായിട്ട് പറയണമെങ്കിൽ ഇത് നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളോട് നിങ്ങൾ ഇത് കൃത്യമായിട്ട് 4 തരത്തിലുള്ള വരുമാനം എങ്ങനെ കിട്ടുന്നത് നിങ്ങൾ പുസ്തകത്തിൽ എഴുതി കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയണം. എന്നാലാണ്. അപ്പോൾ ഇൻകം പ്ലാൻ നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നന്നായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾ ഡയമണ്ട് ആവും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ ആരോഗ്യത്തിന്റെ കാര്യത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് സംസാരിക്കില്ല. വരുമാനം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ കൂടെ വരുന്നവർക്ക് നിരന്തരമായിട്ട് ഞാൻ എഴുതി കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇൻകം പ്ലാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പഠിച്ചിരിക്കണം, നമുക്കത് പറഞ്ഞിരിക്കണം. പിന്നെ നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അറിഞ്ഞത് കൊണ്ട് മാത്രമല്ല, നമ്മൾക്ക് ഇതിലൊരു 3 P നമ്മൾക്ക് ആവശ്യമാണ്. 3 P സുരാജ് സാർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 3 P. അതിലേറ്റവും ആദ്യത്തെ PV ആണ് നമുക്കൊരു പേഴ്സണൽ പവർ ഉണ്ടാക്കിയെടുക്കണം. RC ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഒരു പേഴ്സണൽ പവർ നമ്മൾ എന്തിനാണ് RCMന്റെ നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കണം എന്ന് പറയുന്നത്? എന്തിനാണ് 6 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് ഈ പൊൻവെട്ട പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടാൽ മതി. ആളുകൾ കേൾക്കില്ല എന്ന്. ആളുകൾ പറയുന്നത്, ഇതിൽ പറയുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചില പുതിയ ആളുകൾ വന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു സുഖമില്ല എന്നാണ് പറയണേ. ചില ആളുകൾ പറയുന്ന കേൾക്കാൻ ഒരു സുഖമില്ല. പുതിയ ആളുകൾ വരുമ്പോൾ നമ്മൾ അതിന്റെ A to Z കാര്യങ്ങൾ പറയാനായിട്ട് അവർക്ക് കഴിയില്ല. ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചായിട്ട്. പക്ഷെ ഏതൊരു പുതിയ ആളും പുതിയൊരു വാക്ക്, ഒരു പ്രൊഡക്റ്റിന്റെ പുതിയൊരു കണ്ടന്റുമായിട്ട്, അല്ലെങ്കിൽ നമുക്കറിയാത്ത ഒരു സാധനമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കേട്ടതാണെങ്കിൽ കൂടി നമ്മളെ എന്നും നിരന്തരമായിട്ട് ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ പൊൻവെട്ട പ്രോഗ്രാം നിങ്ങൾ നിരന്തരമായിട്ട് കേൾക്കുകയാണെങ്കിൽ. പക്ഷെ ആളുകൾ കയറോ? രാവിലെ 6 മണിയാണ്, തിരക്കാണ്, പ്രശ്നമാണ്, അന്ന് ഇത് കേൾക്കുന്നില്ല. അന്ന് ബാക്കിയുള്ള സൂം മീറ്റിങ്ങൾ നിരന്തരമായിട്ട് കേൾക്കോ? നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് RCMൽ നമ്മൾക്ക് ഒരു മൈൻഡ് സെറ്റാണ് ഉണ്ടാവണം. ആ മൈൻഡ് സെറ്റാണ് നമുക്ക് ഇതിൽ അതിലൊരു പേഴ്സണൽ പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ആ മൈൻഡ് സെറ്റിലാണ് നമുക്കൊരു പേഴ്സണൽ പവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കക്കാര് നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ പവർ കൂട്ടണം. പേഴ്സണൽ പവർ കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പേഴ്സണൽ പവറിൽ കൂട്ടുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവും നമുക്ക്. അപ്പോൾ ആ പേഴ്സണൽ പവർ നമുക്ക് ഇതിൽ അത്യാവശ്യമാണ്. രണ്ടാമത്തേതാണ് ഒരു P ആണ് നമ്മൾക്ക് പൊസിഷൻ പവർ ഉണ്ടായിരിക്കണം. നമ്മൾ പേഴ്സണലൊക്കെ അടിപൊളിയാണ്, ഞാൻ അടിപൊളിയായിട്ട് സംസാരിക്കും, കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിലും വരും, എല്ലാത്തിലും നല്ല വിജയം, ആളുകൾ കേൾക്കാവുന്ന രൂപത്തിലേക്ക് നമ്മൾ നല്ല പ്രകടനമൊക്കെ കഴിക്കുന്നു. നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾക്ക് 3 വർഷമായിട്ടുള്ളൂ സ്റ്റാർട്ടറാ എന്ന് പറയുകയാണെങ്കിലോ, പൊസിഷൻ പവർ ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ RCMലേക്ക് വന്ന് ഓരോ സമയത്ത് നമ്മൾ നേടേണ്ട പൊസിഷനുകൾ നമ്മൾ നേടാൻ വേണ്ടിയിട്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ആ പൊസിഷൻ നമ്മളിലേക്ക് നേടിയെടുക്കുന്നത് കൊണ്ട് നമുക്കൊരു പൊസിഷൻ പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചിലപ്പോ എല്ലാവർക്കും എല്ലാം തികഞ്ഞുകൊണ്ട് നമുക്ക് പൊസിഷൻ കയറാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ ആ പൊസിഷൻ കയറിയതിന് ശേഷം നമ്മൾ പണിയെടുത്തുകൊണ്ട് ആ പൊസിഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ആ പൊസിഷൻ അച്ചീവ് ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പൊ പേഴ്സണൽ പവറിനോട് കൂടി നമ്മൾക്ക് പൊസിഷൻ പവറും കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റബിളിനോടാണോ അല്ലെങ്കിൽ SIയോടാണോ അല്ലെങ്കിൽ CIയോടോ ആണോ കൂടുതൽ ബഹുമാനം? ഓരോരോ ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക്, ഓരോ പൊസിഷനിൽ മുകളിൽ പോകുന്ന ആളുകളുടെ അടുത്തേക്ക് നമുക്ക് പോകാനായിട്ട് ഭയഭക്തി ബഹുമാനം കൂടും. എന്നതുപോലെയാണ് RCMൽ നമ്മൾ ഓരോ പൊസിഷനുകൾ കയറുമ്പോഴാണ് നമ്മൾക്ക് പേഴ്സണൽ പവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. പേഴ്സണൽ പവർ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പേഴ്സണൽ പവറിനോടൊപ്പം നമുക്ക് പൊസിഷൻ പവറും കൂടി നമുക്ക് വേണം. അതോടൊപ്പം തന്നെ വേണം പീപ്പിൾ പവർ വേണം. നമ്മൾ ഒരു പ്രോഗ്രാമിന്
ഞാൻ ഒറ്റയ്ക്ക് ഒരു പ്രോഗ്രാമിൽ ചെന്ന് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് സെൽഫി എടുത്ത് ഒറ്റയ്ക്ക് ആളുകളെ ലീഡർമാരെ കണ്ട് ഒറ്റയ്ക്ക് തിരിച്ചു പോരുന്നതല്ല നമുക്ക് നല്ലത്. നമ്മുടെ കൂടെ ആളുകൾ വേണം. നമ്മുടെ ടീം അംഗങ്ങൾ ഒരുമിച്ചിട്ടുള്ള പരിപാടികൾ, നമ്മുടെ ടീം അംഗങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പീപ്പിൾ പവർ ഉണ്ടാക്കിയെടുക്കണം. ആളുകൾ നമ്മുടെ കൂടെ വരുന്ന അംഗങ്ങളുടെ മുന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ആളുകൾ കാണുന്നത് ഒരു എ സൈഡും ബി സൈഡും ഉണ്ട്. ബി സൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി സൈഡിന്റെ കൂടെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ബി സൈഡിന്റെ കൂടെ എത്ര ആളുണ്ടാവും നമുക്ക് തുടക്കത്തിൽ? എത്ര ആളുകൾ നിങ്ങൾക്ക് ബി സൈഡിൽ ഉണ്ടായല്ലോ, നോ പ്രോബ്ലം. പക്ഷെ എ സൈഡിന്റെ കൂടെ നിങ്ങൾ നിൽക്കാവൂ. അതാണ് നിങ്ങൾക്ക് പീപ്പിൾ പവർ ഉണ്ടാക്കിയെടുക്കുന്ന പൊസിഷൻ. അപ്പൊ എ സൈഡിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ കൂടെ അവരെ വലുതാക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനും നമ്മൾ പഠിക്കണം. പീപ്പിൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആളുകളെ കാണിക്കണം. നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് പീപ്പിൾ പവർ ഉണ്ടാവുള്ളൂ. ഈ 3 പീരീഡ് ചേരുമ്പോഴാണ് നമ്മൾക്ക് ഈ ബിസിനസ്സിൽ നമ്മൾക്ക് നല്ലൊരു ഗ്രോത്തിലേക്ക് നമ്മൾ വരാനായിട്ട്. അപ്പോൾ 3 പേഴ്സണൽ പവർ ഉണ്ടായിരിക്കണം. പൊസിഷൻ പവറും പീപ്പിൾ പവർ ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് നമുക്ക് ഏതറ്റം വരെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കും. അത് ഏത് മേഖലയിൽ നമ്മൾ വിജയിക്കാൻ ആഗ്രഹിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നതുപോലെ തന്നെയാണ് ഈ RCMലേക്ക് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. നിങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളുണ്ടോ അത് പരിഹരിക്കാനുള്ള അവസരം RCMന്റെ ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കാരണം ഈ നിൽക്കുന്ന ലീഡർമാര് നമ്മളെക്കാളും സഫീർ മൂർത്തി സാറ് തുടങ്ങിയിട്ട് നമ്മൾ കേരളത്തിലെ എടുക്കുകയാണെങ്കിൽ ഈ എല്ലാ ലീഡർമാർക്കും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമ്മൾക്ക് പുതിയതായിട്ട് RCMയിൽ ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും അനുഭവപ്പെടുന്ന പ്രശ്നം തന്നെയാണ് നമ്മൾക്ക് മുൻകാലഘട്ടത്തിൽ നമ്മുടെ ലീഡർമാർക്ക് അനുഭവപ്പെടുന്നത്. അത്തരം പ്രശ്നം നമുക്ക് ഇന്നില്ല. പക്ഷേ പുതിയ ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ ലീഡർമാരിൽ അതിനുള്ള വഴികളുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇപ്പോൾ ഒരു പൊസിഷൻ കയറുന്ന കാര്യത്തിലായാലും ഒരു അച്ചീവ്മെന്റ് നേടുന്ന കാര്യത്തിലായാലും ഒരു ടാർഗറ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്ന കാര്യത്തിലായാലും എന്ത് കാര്യത്തിനും നമുക്ക് ഇതിന് പരിഹാരമുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ആളുകൾ പ്രശ്നം ഉണ്ടാവുമ്പോൾ ആരോടും പറയില്ല. ലീഡർമാരായിട്ട് ഒരു ബന്ധമില്ല. ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്നോട് പറ്റില്ല സാറേ എന്നുള്ളത്. എന്ത് പ്രശ്നത്തിനും പരിഹാരം RCMയിലുണ്ട്. അത് ലീഡർമാരോട് ചോദിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോവാത്തതാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. ആർക്കും ഏത് ടാർഗറ്റ് ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോവാം. അതെങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ ലീഡർമാർ പറയും. അതേ വഴിയിലൂടെ നമ്മൾ പോയാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നമ്മുടെ ആളുകൾ കൃത്യമായിട്ട് പോകുന്നില്ല എന്ന് പറയാൻ, കഴിഞ്ഞൊരു ദിവസം ഒരു ഹോം മീറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു 5-10 പേരുണ്ടായിരുന്നു. ആ ഹോം മീറ്റിംഗ് നടന്നതിന് ശേഷം പിറ്റേ ദിവസം ഒരു കുടുംബശ്രീയിലാണ് ആ പ്രോഗ്രാം നടന്നത്. ആ പ്രോഗ്രാം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ ലീഡറെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അടുത്ത ഞായറാഴ്ച ഒഴിവുള്ള ദിവസം ആ 10 പേരുടെ, അപ്പൊ അന്ന് ഒരു 2 പേരോ 3 പേരോ അങ്ങോട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി, ആ കുടുംബശ്രീ കൂടിയ അതിൽ നിന്ന് ഒരു 2-3 പേര് ആ പ്രൊഡക്റ്റ് വാങ്ങി. ആ 10 പേരുടെ വീട്ടിലേക്കും നിങ്ങൾക്ക് അറിയാവുന്ന ആ വിളിച്ചു ചേർത്ത ആളെ കൂട്ടിയോ അല്ലെങ്കിൽ അവരോട് വീട് ചോദിച്ചോ, ആ 10 വീടുകളിൽ മാത്രം ഒന്ന് കയറി ഇറങ്ങി ഈ പ്രൊഡക്റ്റുകളൊന്ന് പരിചയപ്പെടുത്താൻ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ആ ലീഡറെ ഞാൻ ആ കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ആ മീറ്റിംഗ് നടന്ന സ്ഥലത്തേക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് ഇപ്പൊ വരണ്ട, നമ്മളിവിടെ ഈ ഞായറാഴ്ച കുടുംബശ്രീയുടെ മറ്റൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ വെച്ച് നമുക്ക് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞു. അപ്പൊ 2ാമത്തെ ആഴ്ച ആ സമയത്ത് പോയി, കുടുംബശ്രീ നടക്കണ സമയത്ത് പോയി കഴിഞ്ഞപ്പോ നമ്മൾ വേണ്ടത്ര റിസൾട്ട് ഉണ്ടാവോ? അപ്പോ നമ്മൾ ലീഡർമാര് പറഞ്ഞു കൊടുക്കുന്നത് സിസ്റ്റാണ്.
ഇന്ന മാതിരി പോയി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വീടുകളിൽ പോയി നമ്മൾ ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും അതിൽ 10 പേരിൽ നിന്ന് 3 പേര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ റിലേഷൻ വരണം. റിലേഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് ഇത് ലീഡർ പറയുന്നൊരു വാക്ക്. ആളുടെ വാക്ക് കേട്ടെ, ഇതാണ് നമ്മളൊരു കാര്യം ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ബിസിനസ് പഠിച്ച ആളുടെ വാക്കല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, മറ്റുള്ളവരുടെ വാക്കുകളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾക്ക് ഇതിൽ അതാണ്, ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരിഹാരമുണ്ട്. ഈ സിസ്റ്റത്തിലൂടെ കറക്റ്റായിട്ട് വളരണമെങ്കിൽ നമുക്ക് ഗൈഡൻസ് കീപ്പ് ചെയ്യണം. 48 മണിക്കൂറിനുള്ളിലെങ്കിൽ ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവരിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കണം, അവരിൽ നിന്നും റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ആളുകൾ അതല്ല ചെയ്യുന്നത്, അതിനപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോ അത് തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാം. പക്ഷെ തുടക്കക്കാരല്ലാത്ത ആളുകൾ ചെയ്യുമ്പോഴോ ഇപ്പോഴും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ആർസിം ചെയ്യുന്ന ആളുകളുണ്ട്. സ്വന്തം ബുദ്ധിയൊന്നും നമുക്ക് ആർസിമിൽ നമുക്ക് ആവശ്യമില്ല. ലീഡർമാരുടെ കൃത്യമായ ഗൈഡൻസിലൂടെയാണ് ഇതിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ഇതില് ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് വരും. അതിൽ ഏറ്റവും പ്രശ്നമാണ് ഇന്ന് എല്ലാവരുടെ പ്രശ്നമാണ് എന്ത്, ആളുകളെ പ്രവർത്തിക്കാനായിട്ട് ആളുകളെ കിട്ടുന്നില്ല. ഞാൻ ജോയിൻ ചെയ്തു, പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്, ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എപ്പോഴും പറയുന്ന ആള്. എനിക്കിഷ്ടം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ആളെ കിട്ടുന്നു. 5 ജോയിനിങ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ കുറെ ആളുകൾ ചെയ്യുന്നു, കുറെ ആളുകൾ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ഇല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടെങ്കിലോ, കൃത്യമായിട്ട് നമ്മൾ ഇറങ്ങുന്ന ഒരാളാണെങ്കിലോ നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവും. ലിസ്റ്റ് ഉണ്ടെങ്കിലാണ് ഇന്നും ഒരു മാസം 10 പേരെങ്കിലും ജോയിൻ ചെയ്യേണ്ട ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ചിലപ്പോ എൻ്റെ കൂടെ വരുന്നവരായിരിക്കും, എൻ്റെ കൂടെ വരുന്നവർ അവർ ഒരു പ്രാവശ്യം എന്നെ കാണിച്ചു തന്ന ആളായിരിക്കും, അവരൊരു പരിചയപ്പെടുത്തിയ ആളായിരിക്കും. അവരെ ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിച്ചുകൊണ്ട് 10 പേര്, മിനിമം 10 പേരെങ്കിലും ഉണ്ടാവും. ആ 10 പേരിൽ നിന്നും ഒരാളെങ്കിലും ഞാൻ ജോയിൻ ചെയ്തിരിപ്പിക്കും. അതാണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ മാത്രമല്ല, ഞാൻ കാരണം സെയിൽസിന് ഞാൻ കുറവാണ് ഇറങ്ങുന്നത്, ഞാൻ റഫറൻസ് ആണ് കൂടുതൽ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരെ ഈ മാസം എനിക്ക് കൊണ്ടുവരണം എന്ന് ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ലിസ്റ്റിൽ നിന്ന് ഞാൻ എങ്ങനെ പോയാലും 1, 2, 3 പേരെങ്കിലും ഈ ബിസിനസ്സിലേക്ക് ഓരോ മാസവും ഞാൻ ജോയിനിങ്ങിലേക്ക് കൊണ്ടുവരും. അപ്പോ ആളുകളുടെ പ്രശ്നം എന്താണ്, എനിക്ക് ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് എന്ത്, ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ലിസ്റ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഈ ബിസിനസ്സിൽ ആളെ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ലിസ്റ്റിന് നമ്മൾ ഒരു മാസം 10 പേരെങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2-3 പേരെങ്കിലും കിട്ടും. അപ്പൊ നമ്മൾ ഒന്നും കൂടിയോ ഒരു 20 പേരെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ 5 ജോയിനിങ് നമുക്ക് എങ്ങനെയായാലും കൊണ്ടുവരാം. ഈ പ്രക്രിയ നമുക്ക് നടക്കാത്തോടത്തോളം കാലം നമുക്ക് ആ ജോയിനിങ് കിട്ടില്ല. അപ്പോ ആളെ കിട്ടുന്നില്ല എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സിസ്റ്റത്തിലുണ്ട്. നിങ്ങൾ പ്രോസ്പെക്ട് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ പ്രോസ്പെക്ട് ലിസ്റ്റ് ഇനി ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അടുത്ത പ്രശ്നമാണ്, എനിക്ക് ആളുകളെ കിട്ടി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ലീഡർ പറയുന്നത് കേൾക്കുന്നുണ്ടോ, അല്ലെ? ഒരു ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ്, അപ്ലൈ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കൗൺസിലിങ്ങിനൊക്കെ പോവും, കൗൺസിലിങ്ങിന് സാറ് പറയും, നമ്മൾ പലതും ചെയ്യും. ഇതാണ് നമ്മൾ പറയുന്നതിന്റെ കാര്യം. നമ്മൾ പറഞ്ഞിട്ട് ആളുകൾ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന കാര്യം മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ എൻ്റെ ലീഡർ പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം തന്നെയാണ് നമ്മുടെ കൂടെ വരുന്നവരോട് പറയാനുള്ളൂ. ആ കാര്യം തന്നെയാണ് നമ്മളും കൂടെ വരുന്നവർ ചെയ്യിപ്പിക്കാനുള്ളൂ. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ആളുകള് നിങ്ങൾ പറയുന്നത് കേൾക്കില്ല. അപ്പോ അതാണ് പറയണേ, നമ്മൾ പറയുന്നത് ആയിരിക്കില്ല നമ്മുടെ ലീഡർമാർ. അപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഷോ ദ പ്ലാൻ. അവിടെയാണ് ഇൻകം പ്ലാനിന്റെ പ്രസക്തി കിടക്കുന്നത്. ഇൻകം പ്ലാൻ എന്തുകൊണ്ട് നമ്മൾക്ക് ആളുകൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻകം പ്ലാൻ പറയാനായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്ലാൻ പറയാൻ അറിയുന്നില്ല. ഇൻകം പ്ലാൻ എന്നല്ല,
പ്ലാൻ പറയാനായിട്ട് നിങ്ങൾക്ക് അറിയുന്നില്ലെന്ന്. അവിടെയാണ് നമുക്ക് പ്ലാന് ആളുകൾ ഫസ്റ്റ് തന്നെ ആർസിമിലേക്ക് വന്ന് ഇതൊക്കെ ഞാൻ എന്ന് പഠിക്കാനാ എന്നുള്ളൊരു ചിന്താഗതിയാണ്. എന്ന് പഠിക്കാനല്ല, എന്ന് പഠിച്ചാലാണ്, എന്നാണ് നിങ്ങൾ പഠിക്കുന്നത് അന്നാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ. നിങ്ങൾ പ്ലാൻ, ഷോ ദ പ്ലാൻ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ അതിന് വീട്ടിലിരുന്ന് മെനക്കെട്ട് പഠിച്ച്, ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ മുന്നിൽ വെച്ചിട്ട്, കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട്, നമ്മുടെ ഫാമിലി മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഷോ ദ പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ആർസിമിലേക്ക് വന്ന് മിനിമം 3 മാസം, കൂടി വന്നാൽ 6 മാസത്തിനുള്ളിൽ നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ എഴുതാൻ കഴിയാത്ത ആളുകളുടെ ബിസിനസ് ഇങ്ങനെ ലാഗ് ചെയ്ത് പോകും. അവര് 2 വർഷം എത്തിയാലും പ്ലാന് ഷോ ചെയ്യാനായിട്ട് പഠിക്കൂല, ആളുകളെ ഇതിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം, നിങ്ങൾക്ക് ഷോ ദ പ്ലാൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക തന്നെയാണ്. ഇനി കുറച്ചും കൂടി ആളുകൾ പറഞ്ഞു കേട്ടു തുടങ്ങുമ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അവര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഹോം മീറ്റിംഗ് നടത്തി അവരുടെ ആ ഹോം മീറ്റിംഗിൽ വെച്ച് അവർക്ക് ഈ ബിസിനസ് ഇഷ്ടപ്പെട്ടു. അവിടെ വന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഹോം മീറ്റിംഗ് നടത്തി വീട്ടിലെ ആ മാഡത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ആളുകൾക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊരു ഹോം ഷോപ്പ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അല്ല, ഒരു തയ്യാറെടുപ്പ് അവർ പറഞ്ഞു. ഓക്കെ, എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അവര് കഴിഞ്ഞ ദിവസം അവർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യൂ, നിങ്ങൾക്ക് ബിഗിനർ ആവാനായിട്ടുള്ള 5000 PV ചെയ്ത് ബിഗിനർ ആവാനായിട്ടുള്ള അവസരമുണ്ട് എന്ന് നമ്മുടെ കൂടെ വരുന്നവർ അവരോട് പറഞ്ഞെങ്കിലും അവർക്ക് അത് ചെയ്യാനായിട്ടുള്ളൊരു ആഗ്രഹം അവർക്ക് വരുന്നില്ല. ആഗ്രഹിക്കുന്നില്ല. ചെയ്യാനായിട്ട് അവരെ ഇതിൽ ട്രാക്കിലേക്ക് തള്ളിവിടണമെങ്കിൽ അവരുടെ മുന്നിൽ കുറെ സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ ദൂരീകരിക്കാനായിട്ട്, അപ്പൊ കുറച്ച് ആളുകൾ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരും. അന്ന് അവരങ്ങോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്ത ആളുകൾക്ക് അവരുടെ മുന്നിൽ കുറെ സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങളെ നമ്മൾ ദൂരീകരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിലേക്ക് വരും. കാരണം അവരോട് പറഞ്ഞു കൊടുത്ത ഒറ്റ കാര്യമുള്ളൂ, ഇതിലൂടെ എങ്ങനെ നിങ്ങൾക്ക് വരുമാനം കിട്ടും. ആ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം, ഒരു 5000 PV ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്ര രൂപ നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഇത് ഞാനൊരു ഫോണിലൂടെ എഴുതി വാട്സാപ്പിലൂടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരത് ചെയ്യാനായിട്ട് തയ്യാറായി. അപ്പൊ ആളുകൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചു വരുന്നത് പെട്ടെന്ന് അവർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന കുറെ ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ നമ്മൾ ദൂരീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട്. പിന്നെ ഒരു സംശയമാണ്, നമുക്ക് ബിസിനസ് വരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും, ഇതൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മളുടെ ഒരു പ്രശ്നമാണ് ബിസിനസ് വരുന്നില്ല എന്നുള്ളൊരു സംശയം നമുക്ക് വരും. ബിസിനസ് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എന്തില്ല, നിങ്ങൾ ഈ പ്രോഗ്രാമുകൾ, ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങൾക്ക് ബിസിനസ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യുന്നതിൽ വളരെ കുറവ് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഓരോ ലെവലുകളിലും തുടക്കക്കാര് തുടങ്ങി നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങളും നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് കയറി വരും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ട് എന്നുള്ളതാണ് ആർസിഎമ്മിന്റെ പ്രത്യേകത. ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ആർസിഎമ്മിൽ നമ്മുടെ ലീഡേഴ്സ് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതേ പ്രശ്നം തന്നെയാണ് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മൾക്ക് ലീഡറുടെ സഹായത്തോടു കൂടി നമുക്ക് പരിഹരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ബിസിനസ്സിലെ ഏതറ്റം വരെ നമുക്ക് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. അപ്പോ അതിലൂടെ നമ്മൾക്ക് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പല പ്രശ്നങ്ങൾ നമുക്ക് ആർസിഎമ്മിൽ വരുന്നതാണെങ്കിലും അതിനെല്ലാം നേരിടാനുള്ള ചങ്കൂറ്റവും കരുത്തും നമുക്ക് നേടിയെടുക്കാനായിട്ട് നമുക്ക് ഉണ്ടാകാം. നിങ്ങൾ വളർന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ വളർന്നാൽ മാത്രമാണ് എൻ്റെ കൂടെ വരുന്നവരെ വളർത്താൻ സാധിക്കൂ. നിങ്ങൾ വളർന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം വേണ്ടത് ഞാൻ വളരുക. നിങ്ങൾ വലുതായാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ വളർന്നാലാണ്
മറ്റുള്ളവരെ വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ ആദ്യം വളരില്ല. ഞാനാണ് ഈ ബിസിനസ്സിൽ ആദ്യം വളരേണ്ട ആള്. അതിന് കറ തീർന്ന ഒരു ലീഡറായിട്ട് മാറണമെങ്കിൽ നിരന്തരമായ പഠനങ്ങൾ, നിരന്തരമായ പ്രോഗ്രാമുകൾ, നിരന്തരമായ ട്രെയിനിങ്ങുകൾ ഇതിലേക്ക് പങ്കെടുത്തുകൊണ്ട് നമ്മളെ തന്നെ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ മാറുക. അതിലൂടെ ഈ ബിസിനസ്സിൽ നമുക്ക് ഏതറ്റം വരെ പോകാനായിട്ട് നമുക്ക് സാധിക്കും. ആസിമിലേക്ക് ഞാൻ വരുമ്പോൾ 2023 ഫുൾ ടൈമറായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്ത് ചാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വർഷം വത്സമേടാണ് ഇത് കൊണ്ടു നടന്നത്. തൊട്ടയൽവക്കത്ത് വീട്ടുകാർ നാട്ടുകാരിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു. അവര് ഇതിനെ കളിയാക്കി പുച്ഛിച്ചു, കരഞ്ഞുകൊണ്ടാണ് വത്സ വീട്ടിലേക്ക് വന്നിരുന്നത്. പക്ഷേ നമുക്കൊരു എക്സ്ട്രാ വരുമാനം ഇതിലൂടെ അന്ന് എനിക്ക് വത്സ മേഡത്തിന്റെ കൂടെ എനിക്ക് നിൽക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ കൃഷിക്ക് ആയിരുന്നപ്പോ അതിലായിരുന്നു മുഴുവനായിട്ട് എൻ്റെ ശ്രദ്ധ. അവിടെ നിന്ന് താളം തെറ്റി എൻ്റെ കൃഷിയൊക്കെ പോകും. അതുകൊണ്ട് തന്നെ ആ കൃഷിയിൽ നിൽക്കുമ്പോൾ വത്സേനെ എനിക്ക് സഹായിക്കാനായിട്ട് വരുന്നത് ഒറ്റയ്ക്ക് വീടാന്തരം കയറിറങ്ങി. അന്ന് സൈക്കിള് പോലും ഉണ്ടായിരുന്നില്ല, ഒരു വണ്ടി പോലും ഉണ്ടായിരുന്നു, വണ്ടി ഓടിക്കാൻ അറിയുമായിരുന്നില്ല. അന്ന് ഒറ്റയ്ക്ക് 2 കയ്യിൽ സഞ്ചു തൂക്കി വീടാന്തരം കയറി ഇറങ്ങി ഒരു സ്റ്റാർട്ടറായി 2000 രൂപ വരുമാനം ആയപ്പോഴാണ് ഞാൻ ആർസിഎമ്മിന്റെ കമ്പനി വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു തീരുമാനം എടുത്ത്. ആ കമ്പനി വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉറച്ച തീരുമാനം എടുത്തത്. ഒരു വർഷമെങ്കിലും കഴിഞ്ഞിട്ട്, അതായത് 2023 കഴിഞ്ഞിട്ട് ഞാൻ ആർസിഎമ്മിലേക്ക് വരും എന്നുള്ളൊരു, എന്താ വെച്ചാൽ വത്സ ഒരു വരുമാനമായിട്ട് എനിക്ക് വരാം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും പക്ഷേ എനിക്ക് തോന്നിയത് ആർസിഎമ്മിൽ വിജയിക്കണമെങ്കിൽ ഞാനും കൂടി ചെന്നാലാണ് ഈ ആർസിഎമ്മിൽ വിജയിക്കാനായിട്ട് സാധിക്കൂ എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ 2023 ഒരു തീരുമാനമെടുത്ത് ഞാൻ ഇതിലേക്ക് എടുത്തു. അന്ന് 2000 രൂപയാണ് വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ 3-3.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്ലാറ്റിനം ലെവലിലേക്ക് ഒരു 30,000 മിനിമം 30,000 രൂപ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം ആർസിഎമ്മിൽ അല്ലാതെ പുറത്ത് നമ്മുടെ മുന്നിൽ ഒരു അവസരമില്ല നമ്മുടെ മുന്നിൽ. ഈ അവസരത്തെ കാണാനായിട്ട് നമുക്ക് പറ്റണം. ആർസിഎം എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അവസരമാണ്. ഈ അവസരത്തെ കാണാനായിട്ട് നമുക്ക് കഴിയുന്നവർക്കാണ്. അതാണ് വിഷണറി മെന്നാണ് നമ്മളുടെ TCG എന്ന് പറയുന്നത്. കമ്പനി എന്ന് പറയുന്നത് വിഷണറി ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന്, ഇന്ന് നടക്കാത്ത കാര്യം വരാൻ പോകുന്ന കാലത്ത് നടക്കുമെന്ന ഒരു വിഷൻ നമുക്ക് ഉണ്ടാകുന്ന ആൾക്ക് മാത്രമാണ് ആർസിഎമ്മില് ഏതറ്റം വരെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആർസിഎമ്മിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ആ വിഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പ്രോഗ്രാമുകളിലും ട്രെയിനിങ്ങുകളും നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വിഷൻ ക്ലാരിറ്റി ആവും, പോണ ദിശ ക്ലാരിറ്റി ആവും. ഇത് നമ്മൾ നിരന്തരമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾക്ക് നേടാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് നേടാനായിട്ടുള്ള ഒരു അവസരമാണ് ആർസിഎം. അതിനെ മുറുകെ പിടിക്കുക, അതിന് ലീഡർമാരെ കൂട്ടി മുറുകെ പിടിക്കുക, അസോസിയേറ്റ് നമ്മുടെ കൂടെ വരുന്നവരെ ഓരോ പൊസിഷൻ കേട്ടാൻ വേണ്ടിയിട്ടുള്ള രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുക. ഒരു ടെക്നിക്കൽ അച്ചീവർ ആവുന്നവരെ അല്ല, ഒരു എമറാൾഡ് അച്ചീവർ ആവുന്നവരെ നിങ്ങൾ നന്നായിട്ട് ഓടിയാൽ പിന്നെ നമ്മൾക്ക് ഈ സിസ്റ്റത്തിൽ നമുക്ക് ഓടേണ്ടി വരില്ല. സിസ്റ്റം നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് തരും എന്ന് നമ്മുടെ ലീഡർമാർ നമ്മളുടെ മുന്നിലോട്ട് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആർസിഎം വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതില് നമ്മുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ട് ആർസിഎമ്മിനെ നെഞ്ചിലേറ്റിക്കൊണ്ട്, ആർസിഎമ്മിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ആർസിഎം.